കൂടല്ലൂരിന്റെ കടത്തുകാരൻ ഇനി ഓർമ്മകളിൽ. കടവും കടത്തുതോണികളും അന്യം നിന്നതുപോലെയാണെങ്കിലും കൂടല്ലൂരിൽ ഒരു തോണി ഉണ്ടായിരുന്നു, അതിനൊരു കടത്തുകാരനും. ബാവുക്ക. തലമുറകളെ സുരക്ഷിതമായി പുഴ കടത്തിയ കൂടല്ലൂരിന്റെ കടത്തുകാരൻ ഇടപ്പറമ്പിൽ സൈതലവി എന്ന ബാവുക്ക ഇനി ഓർമ്മകളിൽ. ഒഴുകുന്ന നിളയും ഇളകുന്ന തോണിയുമായിരുന്നു അയാളുടെ ഇഷ്ടം. കടവിൽ കടത്തുകാരനുണ്ടോ എന്ന് നോക്കി യാത്ര നിശ്ചയിച്ചിരുന്ന കൂടല്ലൂരുകാരുടെ മനസ്സിലെന്നും അയാൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. ബാവുക്കയുടെ ബാപ്പയും ബാപ്പയുടെ ബാപ്പയും ഒക്കെ ഈ കടവിലെ കടത്തുകാരും മീൻപിടുത്തക്കാരുമായിരുന്നു. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ ആളുകൾ കുറഞ്ഞിട്ടും 78-ാം വയസ്സിലും കടത്തുപേക്ഷിക്കാൻ ബാവുക്ക തയ്യാറായിരുന്നില്ല. പിതാവിനൊപ്പം 10-ാം വയസ്സിലാണ് ഉപജീവനത്തിനായി പങ്കായം കയ്യിലെടുക്കുന്നത്. മറുകരയിലെത്തിച്ചാൽ സന്തോഷത്തോടെ എന്തെങ്കിലും നൽകിയാൽ മതി. ഇനി ഒന്നും നൽകിയില്ലെങ്കിലും ചെറുപുഞ്ചിരിയോടെ അത് പിന്നെ എടുക്കാന്ന് എന്ന സ്ഥിരം പറച്ചിലും. ചിലർ സ്നേഹം തോന്നി കൂടുതൽ രൂപ കൊടുക്കും. ഇരുകരകളിലേക്ക് പോകുന്നതിനു പുറമെ താഴേക്കും മുകളിലേക്കുമുള്ള പൊന്നാനി, തിരൂർ, ലക്കിടി എന്നീ ദൂരസ്ഥലങ്ങളിലേക്കും തോണിയാത്ര നടത്തിയിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ താഴേക്കും മുകളിലേക്കുമുള്ള യാത്ര ആദ്യമില്ലാതായി. എന്നിരുന്നാലും ഇരു കലകളിലേക്കുമുള്ള കടത്ത് തുടർന്നു. കഴിഞ്ഞ മാർച്ച് 25-നാണ് അവസാനമായി യാത്രക്കാരുമായി ഭാരതപ്പുഴയുടെ കുറുകെ കൂടല്ലൂരിൽ നിന്ന് പേരശ്ശന്നൂരിലേക്ക് ബാവുക്ക തോണി തുഴഞ്ഞത്. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു മരണം. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.